അതെ, ഈ സഹോദരിയുടെ വാക്കുകളാണ് നമ്മുടെ ആർജവം. ഇതുപോലെയുള്ള മതേതരത്വ വിശ്വാസികൾ ഇനിയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമിത്ഷയ്ക്കും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഈ ഇന്ത്യ രാജ്യത്ത് സാധിക്കുകയില്ല. ഡൽഹിയിൽ മാത്രമാവരുത് ഷാഹിൻ ബാഗ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും തലസ്ഥാനങ്ങളിലും വരണം ഷാഹിൻ ബാഗുകൾ. എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട നഗരങ്ങളിലും വരണം ഷാഹിൻ ബാഗുകൾ. കാരണം ഈ പോരാട്ടം ഇത് രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ മതമോ ജാതിയോ രാഷ്ട്രീയമോ സംഘടനയോ ഒരു പ്രശ്നവുമല്ല. കാരണം ഇവിടെ എല്ലാവരും ഒന്നിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, ഹിന്ദുവിൻ്റെ ആവശ്യമാണ്, മുസൽമാന്റെ ആവശ്യമാണ്, ക്രൈസ്തവരുടെ ആവശ്യമാണ്. അതെ, ഷാഹിൻ ബാഗ് മാതൃകയിൽ കേരളത്തിൻ്റെ തലസ്ഥാനത്ത്, അതും തിരുവനന്തപുരത്തിൻ്റെ നഗരമധ്യത്തിൽ തന്നെ ഒരു വമ്പൻ പ്രതിഷേധ പരിപാടി മുന്നോട്ട് വരുന്നു. നിലവിലവിടെ ഒരു സമരമുണ്ട്. ഷാഹിൻ ബാഗ് മാതൃകയിലുള്ള സമര പരിപാടികളുമായി അതിൻ്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവിടെ നിന്ന് ഒരു ദൃശ്യം പുറത്തു വന്നു. ഒരു സഹോദരിയുടെ വാക്കുകളെ കേരളം ഒന്നടങ്കം ചെവികൊള്ളുകയും ചെയ്തു. അതായത് അത്രത്തോളം ശക്തമായിരുന്നു ആ വാക്കുകൾ. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ആ സഹോദരിയുടെ തീരുമാനപ്രകാരം ഇന്നാണ് അവിടെ എല്ലാവരും ഒന്നിച്ചു ചേരുന്നുള്ളത്. അതിനാൽ തന്നെ തിരുവനന്തപുരത്തെ ഷാഹിൻ ബാഗിൽ അണിചേരാൻ നമ്മളും തയ്യാറാവുക. വീഡിയോ കാണാം. തിരുവനന്തപുരത്തെ ഷഹീൻ ബാഗാണ്. ഡൽഹിയിൽ ഷഹീൻ ബാഗിൽ സമരം ചെയ്യുന്ന അമ്മമാരോടും അവിടുത്തെ വിദ്യാർത്ഥികളോടും ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികളും അമ്മമാരും കൂടി ഒരു സമരകേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ്. ഷഹീൻ ബാഗ് മാതൃകയിലുള്ള സമരകേന്ദ്രമാണിത്. 24 മണിക്കൂറും അനിശ്ചിതകാല അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ സമരം ചെയ്യുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും താല്പര്യപ്പെടുന്ന ഏതൊരാൾക്കും വന്ന് പ്രതിഷേധിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഉള്ള ഒരു തുറന്ന സമരവേദിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിഭാവനം ചെയ്യുന്നത്. രാജ്യത്തുടനീളം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ഒരു കിരാത നിയമത്തെ എതിർത്ത് പരാജയപ്പെടുത്തണം എന്നൊരാശയത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു സമരവേദി ഞങ്ങളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ കുറച്ച് പേരുടെ ഒരു മുൻകൈയിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഈ സമരകേന്ദ്രം ഇന്ന് നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരിടമായി മാറിയിരിക്കുന്നു. വൻപിച്ച പിന്തുണയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ, ആ പശ്ചാത്തലത്തിലാണ് നാളെ വൈകിട്ട് 15-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഈ ഷഹീൻ ബാഗ് സമരപ്പന്തലിൽ ഞങ്ങളൊരു ആസാദി മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ ആസാദി മീറ്റ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഒരു വലിയ സമരപ്രഖ്യാപനമായി മാറാൻ പോവുകയാണ്. 1000 ആളുകൾ, 1000 കൈകൾ ഈ സമരപ്പന്തലിൽ ഷഹീൻ ബാഗിനായി കൈ ഉയർത്തുന്നു എന്നൊരു പ്രഖ്യാപനം ആണ് ഞങ്ങൾ ഈ ആസാദി മീറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരുപാട് പേര് നാളെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വീഡിയോ കാണുന്ന ഏവരും ഞങ്ങളോടൊപ്പം ഈ ആസാദി മീറ്റിനെ ഒരു വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ മുന്നോട്ട് വരണം, ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന്